അജിത് സാം കൂടി ചേരുകയാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അജിത്ത്, നോക്കൂ, ഇവിടെ IT വിഭാഗത്തിന്റെ റെയ്ഡ് നടക്കുകയായിരുന്നു. അവരുടെ അനൗദ്യോഗികമായി നമുക്ക് അവരുടെ IT വിഭാഗത്തിന്റെ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർ പറയുന്നത് അവരെല്ലാ വിധത്തിലുമുള്ള നിയമപരമായിട്ടുള്ള ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ റെയ്ഡിലേക്ക് കടന്നത് എന്നതാണ്. അത് വിറ്റ്നസിനെ ഉൾപ്പെടെ ഉറപ്പാക്കിയിരുന്നു, ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നതാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തന്നെ സമ്മതപത്രം വാങ്ങിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന അവകാശവാദമാണ് അവർ നൽകുന്നത്. അതേസമയം സഹോദരൻ, കുടുംബാംഗങ്ങൾ, പുറമേ നിന്ന് കാണുന്ന നമുക്ക് പോലും അദ്ദേഹം വേട്ടയാടപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കാണുകയാണ്. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യവുമാണല്ലോ. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇവിടെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നതാണോ ലഭ്യമാകുന്ന വിവരങ്ങൾ? താങ്കൾക്ക് എന്ത് മനസ്സിലാകുന്നു? അതെ, തീർച്ചയായും. നമുക്ക് ഈ ഒരു ഇൻകം ടാക്സിന്റെ ഞാൻ ആദ്യം അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ ഞാൻ ആ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് വരാം. അതായത് ഇൻകം ടാക്സില് ഇപ്പൊ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രണ്ട് രീതിയാണ് ഉള്ളത്. ഒന്ന്, നമുക്കൊരു നോട്ടീസ് അയച്ചിട്ട് നമ്മളോട് ആ രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെടാം. അതല്ല, നമുക്ക് അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഒരു ഗ്രീവിയൻസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്സ് ഇവേഷൻ നടന്നിട്ടുണ്ട്, അതൊരു വലിയ ലെവലിലേക്കുള്ളതാണ് എന്ന് അവർക്കൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റെയ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് റെയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. അപ്പൊ തീർച്ചയായിട്ടും റെയ്ഡ് എന്ന് പറയുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഇവന്റ് ആണ്. നമുക്ക് ഒരിക്കലും പറഞ്ഞിട്ട് നേരത്തെ ഒരു നോട്ടീസ് തന്നിട്ടല്ല ഒരിക്കലും റെയ്ഡിലേക്ക് വരുന്നത്. അപ്പൊ ഈ പ്രത്യേക കേസിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ CJ റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രോസസ്, അതായത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് തുടങ്ങിയത് ഈ 3 ദിവസം മുന്നേ അല്ല, അത് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കേരളത്തിൽ ഒരു റെയ്ഡ് നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി അത് ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടുന്ന് ഒരു സ്റ്റേ വാങ്ങിക്കുകയും അതിനുശേഷം വീണ്ടും ആ സ്റ്റേ ഇപ്പൊ മാറിയിട്ടാണ് ഇപ്പൊ വീണ്ടും അവർ ആ പ്രോസസ്സിലേക്ക് കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് വന്ന് പുള്ളിക്ക് ഇപ്പം ഞാൻ ഒരു രീതിയിൽ പറഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അതിൽ നിന്ന് മാറ്റാനുണ്ടെങ്കിൽ പോലും മാറ്റാൻ ഉള്ള സമയത്തിൽ കൂടുതൽ പുള്ളിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയല്ല, എന്നാലും ഞാൻ പറയുകയാണ്. അതല്ല, മാധ്യമങ്ങളും ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇത്രയും സമയം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെയും അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ അതിന്റെ രേഖകൾ അതിന്റെ ഹെഡ് ഓഫീസിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കില്ല അത്തരം ബിസിനസ്സുകൾ ചെയ്യുക. അത് മാധ്യമങ്ങളിലൊക്കെ തന്നെയും വരുന്ന വിവരങ്ങൾ തന്നെയാണ്. പറഞ്ഞോളൂ. അതെ, അപ്പൊ ആ ഒരു, അതായത് ഈ പ്രോസസ്സിനെ പറ്റി വെൽ അവെയർ ആയിട്ടുള്ള ഒരാളാണ് CJ റോയ് എന്ന് പറയുന്ന ആൾ. അപ്പൊ പുള്ളിക്ക് അതിനകത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തില് പുള്ളി ആ ബിസിനസിന്റെ ഓണർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് എല്ലാ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ പറ്റി അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഇതൊരു പ്രോസസ്സ് മാത്രമാണ്. ഈ റെയ്ഡിന്റെ ഉദ്ദേശം തന്നെ ഡോക്യുമെന്റ് കളക്ട് ചെയ്യുക, മാക്സിമം എവിഡൻസസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇൻകം ടാക്സുകാര് ആ പ്രിമിസസിൽ നിന്നും അല്ലെങ്കിൽ പുള്ളിയിൽ നിന്നും കിട്ടുന്ന എവിഡൻസസ് കളക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പുള്ളിക്ക് ഒരു കാര്യത്തെ പറ്റി അറിയത്തില്ല എങ്കിൽ പുള്ളിക്ക് അറിയത്തില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും അവിടെ പറയാനും അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള പുള്ളിയുടെ ഓഫീസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് മാനേജ് ചെയ്യുന്ന മാനേജിംഗ് ബോർഡ് ഉണ്ടാവും, അതിൽ പുള്ളിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അത് പുള്ളിക്ക് പിന്നീട് സമർപ്പിക്കാവുന്ന രേഖകളേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളി അവിടെ വെച്ച് എന്തെങ്കിലും പെട്ടെന്നൊരു പ്രോസസ്സിലേക്കൊന്നും ഇൻകം ടാക്സുകാർ പോകത്തില്ല. അവര് മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യുക, അവിടുന്ന് പോവുക, അത് തന്നെയാണ് അവർ അവലംബിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളും ഇങ്ങനെയുള്ള റെയ്ഡുകൾ ഇപ്പൊ നമ്മളെയും വിളിക്കാറുണ്ട്. അജിത് സാം, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 3 ദിവസമായി പരിശോധന നടന്നു വരികയാണ്, ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട്, എന്നിട്ടും വലിയ മാനസിക പീഡനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് പറയുന്നു. കേരളത്തിൽ നിന്നും അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദും സംഘവുമാണ് റെയ്ഡ് നടത്തിയത്. പല പ്രാവശ്യവും ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് സഹോദരൻ തന്നോട് തുറന്നു പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി അവിടെ അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ അതിന് നിയോഗിച്ചില്ല തുടങ്ങിയ സംശയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വിന്യാസം നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ ഇപ്പോൾ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്? അതിലെന്തെങ്കിലും അസ്വാഭാവികതകൾ തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക്, അതായത് ഇൻകം ടാക്സിന്റെ ഒരു നമുക്കിപ്പോ നമ്മളൊരു എല്ലാവർക്കും ഒരു അസസിംഗ് ഓഫീസ് ഉണ്ടാവും. നമുക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ നമുക്കൊരു അസസിംഗ് ഓഫീസ് ഉണ്ടാവും. അവിടുന്നായിരിക്കും നമുക്കുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പരാതികളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസും നടക്കുന്നത്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. റെയ്ഡ് നടക്കുന്നത് ഇൻകം ടാക്സിന്റെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്.
ആ ഡിപ്പാർട്ട്മെന്റിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഇല്ല. അവർക്ക് ടോപ്പ് അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽസ് എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഹയർ അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽസ് എടുത്തു കഴിഞ്ഞാൽ അവർ ആ പാലിക്കേണ്ട നടപടിക്രമം പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെയും പോയി അവർക്ക് എവിഡൻസ് കളക്ട് ചെയ്യാം. അതിന് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ പുള്ളിക്ക് ബിസിനസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾക്ക് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അവര് ബാംഗ്ലൂരിൽ പോയത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ളവർ പോയി എന്നുള്ളത് കൊണ്ട് പുള്ളി അതും ഹൈക്കോടതിയിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സെയിം പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഹൈക്കോടതി ആ സ്റ്റേ നീക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവര് പോയി എന്നുള്ളതിനകത്ത് യാതൊരു നടപടിക്രമങ്ങൾക്കും ഒരു പ്രശ്നങ്ങളും ഇല്ല. ശരി, പ്രാഥമികമായി നടപടിക്രമങ്ങൾ എന്താണ് എന്നും അതിലെ സാഹചര്യങ്ങളും താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.